അപ്പോൾ നമ്മുടെ ചട്ടി ഒന്നുകൂടെ ഞാൻ മൊത്തത്തിൽ എല്ലാ ഭാഗവും ഒന്ന് കാണിക്കുവാണേ. കണ്ടോ, നല്ല ഷേപ്പൊക്കെയുള്ള സൂപ്പറായിട്ടുള്ള ചട്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ മിച്ചം വന്ന സിമെൻറ്റ് കൊണ്ട് 6 ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒരു 3 മോൾഡ് വെച്ചാണ് ഉണ്ടാക്കിയത്. ഒരെണ്ണം ഒരു വലിയ മോൾഡിൽ ഇണക്കി, പിന്നെ 4 എണ്ണം ഒരേ മീഡിയം ടൈപ്പിൽ ഇണക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി ഒരു ചെറിയ മോൾഡിലും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ മിച്ചം വരുന്ന സിമെൻറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ചെടിച്ചട്ടികൾ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വർക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് സിമെൻറ്റ് എംസാൻഡും ഒക്കെ മിച്ചം ഉണ്ടാകാറില്ലേ? അപ്പോൾ എനിക്കും അതേപോലെ കുറച്ച് സിമെൻറ്റ് എംസാൻഡും ഒക്കെ മിച്ചമുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതുകൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. പല രൂപത്തിൽ ചെടിച്ചട്ടി ഉണ്ടാക്കാം. അതിൽ ഒരു മെത്തേഡിലാണ് ഒരു മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഒരു അത്യാവശ്യം വലിയൊരു മോൾഡ് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ മോൾഡിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പോൾ വലിയ മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ രീതിയിലാണ് ഉണ്ടാക്കേണ്ടതെന്നൊന്നും നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമേ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഓയിൽ പുരട്ടി വയ്ക്കാം. അപ്പോൾ ഓയിൽ എന്ന് പറയുമ്പോൾ ഏത് തരം ഓയിലും ആകാം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനി വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് മിച്ചമൊക്കെ വരുന്ന എണ്ണയൊക്കെ നമ്മൾ പകർത്തി വയ്ക്കാറില്ലേ, അതുമൊക്കെ എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നുണ്ടല്ലോ ഇവിടെ സെർവോയുടെ ഓയിലാണ് എടുക്കണം കേട്ടോ. സെർവോയുടെ ഓയിൽ ആ ടിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൂൺ കൃഷിക്ക് വേണ്ടിയിട്ട് ടിന്നിന് എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചപ്പോൾ അതിനകത്ത് മിച്ചം കിടന്ന സെർവോയുടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആ ഓയിലാണ് ഞാൻ ഇതിനകത്തേക്കൊന്ന് പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ സെർവോയുടെ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുവാണേ. ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് പുരട്ടിയാലും മതി. ഞാനിപ്പോൾ എന്തായാലും കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് പുരട്ടി കൊടുക്കുവാണ്. ബ്രഷോ അല്ലെങ്കിൽ തുണിയിൽ മുക്കിയിട്ട് ആ തുണി കൊണ്ട് ഇങ്ങനെ മൊത്തത്തിലൊന്ന് കവർ ചെയ്താൽ മതി. ഓയിൽ ഇത്തിരി നന്നായിട്ട് പുരട്ടി കൊടുക്കണേ. നമ്മൾ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് തുണി മുക്കി ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഓയിൽ വേസ്റ്റ് ഒന്നും വരത്തില്ല. വീണ്ടും നമ്മൾ അടുത്ത ചട്ടിക്ക് പുരട്ടാൻ നേരത്തും ആ തുണി കൊണ്ട് തന്നെ വീണ്ടും പുരട്ടി കൊടുക്കാം. ഉണ്ടോ, എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. വക്കിലൊന്നും വേണമെന്നില്ല. പിന്നെ നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്നത് വക്കിലേക്ക് കൊണ്ട് പുരട്ടി കൊടുക്കും. ഇതിപ്പോൾ ഇതിനു മുമ്പ് ചട്ടി ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഇതുമാതിരി സിമെൻ്റൊക്കെ പുരട്ടിയിരിക്കുന്നത്. അപ്പം ആദ്യമേ ചെയ്ത് നോക്കിയിട്ട് വിജയിക്കുമോ എന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ, എന്നിട്ട് വേണമല്ലോ കാണിച്ചു തരാൻ. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു 3 ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. മോൾഡിൽ എണ്ണയൊക്കെ പുരട്ടി ഈ മോൾഡ് മാറ്റി വയ്ക്കുകയാണ്. ഇത് നമുക്ക് ചട്ടി തയ്യാറാക്കാനുള്ള സിമെൻ്റൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എംസാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എംസാൻഡും സിമെൻറ്റും 3:1 എന്ന റേഷ്യോയിലാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്നത്, ഞാൻ എടുക്കുന്നത് ഈ പാത്രം ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഏത് പാത്രമാണോ അളവ് പാത്രമായിട്ട് ഉപയോഗിക്കുക, ആ അളവ് പാത്രത്തിന് 3 പാത്രം എംസാൻഡും 1 പാത്രം സിമെൻറ്റുമാണ് എടുക്കേണ്ടത്. കൃത്യമായിട്ടുള്ള അളവായിരിക്കണേ. ഒന്ന് അളന്നിടുവാണ്. 1 2 3. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു പാത്രത്തിന് എന്തുമാത്രം അളവ് വേണമെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മോൾഡിന് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോഴത്തേക്ക് 3 പാത്രം എടുത്തപ്പോഴത്തേക്ക് കറക്റ്റ് അളവായിരുന്നു. എംസാൻഡ് 3ഉം 1 പാത്രം സിമെൻറ്റും എടുത്തപ്പോഴത്തേക്ക്. അപ്പം നമുക്ക് മിച്ചമൊന്നും വരാതിരിക്കുമല്ലോ. അപ്പം നമ്മൾ എംസാൻഡ് 3 പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് 1 പാത്രം സിമെൻറ്റും കൂടെ എടുക്കാൻ പോവുക. അപ്പോൾ നമ്മൾ എടുത്തേക്കണ സിമെൻറ്റിൻ്റെ അളവ് കണ്ടല്ലോ, കറക്റ്റ് 1 പാത്രം സിമെൻറ്റ് എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് ഞാൻ ഒരു അല്പം സിമെൻറ്റ് ഒന്നെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് എന്തിനാണെന്നുള്ളത് നമുക്ക് പിന്നീട് കാണിക്കാം. ഇത്രയും സിമെൻറ്റ് ഞാനെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം അതിവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്. പിന്നെ ഈ സിമെൻറ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കരണ്ടി കൊണ്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. സിമെൻറ്റിന് അലർജിയൊക്കെ ഉള്ള ആൾക്കാർ സിമെൻറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചെടിച്ചട്ടി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എല്ലാം കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അലർജിയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് കൈ കൊണ്ടൊക്കെ എടുക്കുന്നത്. അപ്പം അങ്ങനെ ആകാൻ പാടില്ല. ഗ്ലൗസൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്യണം ആദ്യം. നമ്മൾ വെള്ളം ചേർക്കുന്നതിന് മുമ്പേ സിമെൻറ്റും എംസാൻഡും കൂടെ നല്ല രീതിയിൽ മിക്സാക്കിയതിന് ശേഷം മാത്രമേ വെള്ളം ചേർക്കാവൂ. സിമെൻറ്റ് എംസാൻഡും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് നനച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് പാകത്തിന് വെള്ളം ഒഴിക്കണം. ആ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവിലാണ് നമ്മുടെ ചട്ടിയുടെ നിർമ്മാണം നല്ല രീതിയിൽ സെറ്റായി കിട്ടുക. അപ്പം ഏത് അളവ് പാത്രത്തിലാണോ നമ്മൾ എംസാൻഡും സിമെൻറ്റും ഒക്കെ എടുക്കാനെടുത്ത ആ അളവ് പാത്രത്തിന് ഒരു പാത്രം വെള്ളം നമുക്ക് ഒഴിച്ച് നമ്മുടെ സിമെൻറ്റും എംസാൻഡും കൂടെ ഒന്ന് കൂട്ടിയെടുക്കാം. ഇനി ഞാൻ ഒരു പാത്രം വെള്ളം കൃത്യമായിട്ട് അളന്നെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കുകയല്ല വേണ്ടത്, കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കൈകൊണ്ട് തളിച്ച് നനച്ചാലും കുഴപ്പമില്ല. ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒഴിച്ച് ആദ്യമേ ഒന്ന് മൊത്തത്തിലൊന്ന് കൂട്ടുന്നുണ്ട്. നമ്മുടെ പുട്ടുപൊടിയുടെ പാകത്തിനാണ് നനച്ചെടുക്കേണ്ടത്. പുട്ടുപൊടി എന്ന് വെച്ചാൽ ഇച്ചിരി നനഞ്ഞു പോയ പുട്ടുപൊടിയില്ല, ആ പാകത്തിന് വേണം നനച്ചെടുക്കാനായിട്ട്. അങ്ങോട്ട് തീരെ പുട്ടുപൊടിയുടെ പാകത്തിലാക്കി കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇത്തിരി നനവ് കൂടിപ്പോകുന്നൊരു പുട്ടുപൊടിയുടെ പാകം ഉണ്ടല്ലോ, അതേ പാകത്തിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ നമുക്ക് ബാക്കി വെള്ളവും കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സാധാരണ നനയ്ക്കാനായിട്ട് പുട്ടിന് നനയ്ക്കാൻ എടുക്കുന്ന പോലെ ഇങ്ങനെ തളിച്ച് നനച്ചു കൊടുക്കാം. എന്താണേലും ഇത്രയും വെള്ളം കംപ്ലീറ്റ് നമ്മുടെ ഇതിനകത്ത് ചെല്ലേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ആദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. സിമെൻറ്റ് നമ്മൾ പാകത്തിന് നനച്ചെടുത്തിട്ടുണ്ട്. അതേ നോക്കിക്കേ, ഇത്രയും വെള്ളം മിച്ചം വന്നിട്ടുണ്ട്. നമ്മൾ ആ എടുത്തതിന് ഇത്രയും വെള്ളം മിച്ചം വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഇതേ പരുവത്തിലാണ്. നോക്കിക്കേ, ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊട്ടിപ്പോകാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതേ പരുവത്തിലാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കരണ്ടി വെച്ചിങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ വരണം. കണ്ടോ, ഇതേ പരുവത്തിലാണ് വരേണ്ടത്. അത് 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെത്താൻ അതിൻ്റെ ഒരു പരുവമൊക്കെ പിടികിട്ടിക്കോളും. ഇനി നമ്മൾ നമ്മുടെ മോൾഡിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിത് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിതൊക്കെ ഒന്നിങ്ങോട്ട് മാറ്റുവാണ്. അപ്പോൾ കരണ്ടി വെച്ച് മാത്രമല്ല, ഞാനിങ്ങനെ കൈ കൊണ്ട് തിരുമ്മിയാണ് നല്ല രീതിയിൽ കൂട്ടിയെടുത്തിട്ടുള്ളത്. ഇതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് കൂട്ടിയെടുക്കുകയാണ് ചെയ്തത്. തിരുമ്മി ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ സിമെൻറ്റും എംസാൻഡും ഒക്കെ സ്ഥിരം കൂട്ടുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കരണ്ടി വെച്ചൊക്കെ ചെയ്ത് കറക്റ്റ് പാകത്തിനൊക്കെ ആക്കാനായിട്ട് പറ്റുള്ളൂ. ഞാനിത് കൈകൊണ്ട് തന്നെയാണ് കൂടുതലും മിക്സ് ചെയ്ത് തയ്യാറാക്കിയത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മളൊരു ചട്ടിക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഒരു ചെടിച്ചട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സിമെൻറ്റ് ചട്ടിയിൽ ഇത്രയും ഒരു ചട്ടിയോളം സാധനമാണ് ചെയ്തിരിക്കുന്നത്. ഇത് വലിയ മോൾഡായതുകൊണ്ടാണ് ഇത്രയും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം കൈ കൊണ്ട് തന്നെയൊക്കെ ഞാൻ ചെയ്യുവാണ്. സിമെൻറ്റ് അലർജി ഉള്ളവർക്ക് ഗ്ലൗസ് ഇടാം, അല്ലെങ്കിൽ കയ്യിൽ ഇത്തിരി എണ്ണ പുരട്ടിക്കൊണ്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എണ്ണയൊന്നും പുരട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇത്രയും സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മുടെ ചട്ടിക്ക് അത്യാവശ്യം ചുവട് കെട്ടി വേണം. അങ്ങോട്ട് ആദ്യമേ തന്നെ ഒരുപാട് ഇടണമെന്നില്ല, കാരണം നമ്മളിനി സൈഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അടിയിലേക്ക് വീണ്ടും സിമെൻറ്റൊക്കെ അങ്ങോട്ട് ചെന്നോളും. നോക്കിക്കതേ, ഇതേ അളവിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉറപ്പിക്കാനായിട്ട് പോവാണ്.
ഇത്തിരി വെളിച്ചക്കുറവ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതുപോലത്തെ ഒരു കുപ്പിയുടെ ഈ അടിഭാഗം ഇങ്ങനെയുള്ളൊരു കുപ്പി കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി വെക്കുവാണേ. നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യും. ഇങ്ങനത്തെ കുപ്പിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് അങ്ങോട്ട് ഇതേപോലെ കൈ കൊണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലെയുള്ള കുപ്പി ഉള്ളത് കൊണ്ട് അങ്ങനെ വെക്കണത്. ഇത്രയും കട്ടിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കട്ടി വേണം. ഇതിനേക്കാൾ ഇത്തിരി കൂടെ കട്ടി നമുക്ക് കിട്ടും ഇനി ചെയ്ത് വരുമ്പോഴേ. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കണത് ഇങ്ങനെ സിമെൻറ്റ് വാരിയിട്ട് ഈ സൈഡ് വഴി ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടതേ ഇതേപോലെ ഇങ്ങനെ ചുവട് ചുറ്റിനും അങ്ങോട്ട് ഉറപ്പിച്ച് മേലോട്ട് കൊണ്ടുവരണം. ആദ്യമേ ഇത് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്യാം. ചട്ടി തിരിക്കണമെന്നില്ല, നന്നായിട്ട് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തിരിച്ച് കാണിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഉറപ്പിക്കുക. നനവ് നല്ല രീതിയിൽ കറക്റ്റ് പാകത്തിനായാൽ മാത്രമേ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഉറപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. വെള്ളം തീരെ കുറഞ്ഞു പോയാലും ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുകയില്ല. വെള്ളം കൂടിക്കഴിഞ്ഞെന്നാൽ ഇതിന്മേൽ പിടിച്ചിരിക്കാതെ താഴത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യും. പിന്നെ ഉള്ളിലേക്ക് ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നത് നമുക്ക് വാരി വാരി മേൽപോട്ട് പൊത്തിക്കൊടുക്കാം. ഇതിൻ്റെ ഭിത്തി മുഴുവനും ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മേളറ്റം വരെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തേച്ച് ഉറപ്പിക്കണം. ഇതിങ്ങനെ രണ്ട് കൈ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചെടിച്ചട്ടിയുടെ ഭിത്തി നന്നായിട്ട് തേച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ചട്ടിയുടെ വക്ക് റെഡിയാക്കുന്നത്. കറക്റ്റ് പാകത്തിനൊക്കെ ചാന്ത് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് നിർമ്മിക്കാനായിട്ട് പറ്റും. ഉള്ളിലോട്ട് ഇടിഞ്ഞ് വീണതൊക്കെ അതിങ്ങനെ വാരി വാരി പൊത്തിക്കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കട്ടിയിലൊന്നും നമുക്ക് വെക്കണമെന്നില്ല. അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഒരുപാട് മെറ്റീരിയൽസും ആകും, പിന്നെ ചട്ടിക്ക് ഭയങ്കര വെയിറ്റും ആയിപ്പോവും. എന്നാൽ തീരെ അങ്ങോട്ട് കനം കുറഞ്ഞു കഴിഞ്ഞാൽ ചട്ടി നമുക്ക് ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ചട്ടിക്ക് കിട്ടത്തുമില്ല. ഇനി നമ്മൾ ഇതുപോലെ ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതിന് ഉൾഭാഗം ഒന്ന് തേച്ച് കൊടുക്കാനായിട്ട് പോവുകയാണേ. ആദ്യമേ ചുവട് ഭാഗം തേച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ഷേപ്പും കിട്ടും, നല്ല മിനുസതയും ഒക്കെ കിട്ടും ചട്ടിക്ക്. ആദ്യമേ അടിഭാഗം തേച്ച് ഉറപ്പിച്ചിട്ട് വേണം പിന്നെ മേൽപോട്ട് തേച്ചെടുക്കാൻ. അപ്പം നമ്മളിങ്ങനെ തേക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ സിമെൻറ്റും എംസാൻഡും പോരെന്ന് തോന്നിയാൽ നമുക്ക് വീണ്ടും അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കണ്ടോ, കറക്റ്റ് നനവായത് കൊണ്ടാണ് നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. നനവ് കുറവാണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞ് താഴത്തോട്ട് പോരും. കണ്ടോ, ഇതേപോലെ ഇരിക്കുന്നത് കറക്റ്റ് നനവായത് കൊണ്ടാണ്. നമുക്കിതുപോലെ മുഴുവനായിട്ടൊന്ന് തേച്ച് മിനുസപ്പെടുത്താം. നമ്മൾ ചട്ടിയുടെ ഉൾഭാഗം തേച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമ്മളിതിൻ്റെ വക്കും കൂടെ റെഡിയാക്കിയിട്ടാണ് ഒന്നും കൂടെ തേച്ച് മിനുസപ്പെടുത്തുക. വെളിച്ചം കിട്ടാത്തതുകൊണ്ട് ഞാൻ ടോർച്ചടിച്ച് കാണിക്കുന്നതിനകത്തേക്ക്. കണ്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ വക്ക് ഉറപ്പിക്കാം. വക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു പഴയ ബക്കറ്റാണ് എടുത്തിരിക്കണം കേട്ടോ. അത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുവാണ്. ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധാപൂർവ്വം വെച്ച് കൊടുക്കണേ. സൈഡൊന്നും ഇടിഞ്ഞു പോകാത്ത രൂപത്തിൽ ഇങ്ങനെ അതിൻ്റെ മേളിലൊന്ന് ടച്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കി ഇരിക്കണം കൂട്ടും കൂടെ നമ്മൾ ഇതിൻ്റെ പുറമേൽ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുവാണ്.
എല്ലാ ഭാഗത്തും ഇതിട്ട് കൊടുത്ത് നമുക്ക് പിന്നെ കരണ്ടി ഉപയോഗിച്ചൊന്ന് തേച്ചുറപ്പിക്കണം. നമ്മളെടുത്തിരിക്കുന്ന ഇൻസ്റ്റാൻ്റൊക്കെ കറക്റ്റ് അളവിലാണ്, ഒരല്പം പോലും മിച്ചം വരാത്ത രൂപത്തിൽ. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, കുറച്ചൊക്കെ മിച്ചമൊക്കെ വരും. എല്ലാ വശവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കരണ്ടി ഉപയോഗിച്ച് നമ്മളിതൊന്നിങ്ങനെ ഉറപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇതെങ്ങനെ ബക്കറ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് വീട്ടിലെന്തെങ്കിലും ബേസനോ അലൂമിനിയം കലവോ ഒക്കെ ഇതിൻ്റെ വാവട്ടത്തിന് അനുസരിച്ചിട്ട് വേണം എടുക്കാൻ, നമ്മുടെ മോൾഡിൻ്റെ വാവട്ടത്തിനനുസരിച്ചിട്ട്. കണ്ടോ, അത് ഇതുപോലെ ഇനി തേച്ചൊന്ന് ഉറപ്പിക്കാം. നമ്മുടെ ചെടിച്ചട്ടിയുടെ വക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ വക്കിനൊരു നല്ലൊരു മിനുസത കിട്ടുന്നതിന് വേണ്ടിയിട്ടുണ്ടല്ലോ, നമ്മളിത് നേരത്തെ മാറ്റി വെച്ചിരുന്ന സിമെൻറ്റ് പൊടി ഉണ്ടല്ലോ, ആ സിമെൻറ്റ് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഒരല്പം സിമെൻറ്റ് പൊടി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് ഒരു മിനുസതയൊക്കെ കൈവരണതിന് വേണ്ടിയിട്ടാണ്. ഒന്നും കൂടെ തേച്ച് നമ്മൾ ഉറപ്പിച്ച് കൊടുക്കും. ചുറ്റിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സിമെൻറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അതൊന്നിങ്ങനെ മിനുസപ്പെടുത്തി കൊടുക്കുക. കണ്ടോ, ഇത്തിരി വെള്ളം വേണമെങ്കിൽ കുടഞ്ഞു കൊടുക്കാം. നമുക്കേ ഇത്തിരി വെള്ളം കുടഞ്ഞ് ചെയ്യാം, വേണമെന്നില്ല. നമ്മുടെ സിമെൻറ്റിൻ്റെ ചാന്തിൻ്റെ ആ വെള്ളമയം തന്നെ ഇതിന് കിട്ടിക്കോളും. വക്കുറപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതുക്കെ ജസ്റ്റ് ഒന്ന് പതുക്കെ തിരിച്ചിട്ട് നമ്മൾ ബക്കറ്റ് ഇപ്പം തന്നെ ഇങ്ങോട്ട് ഊരിയെടുക്കുവാണേ. ശ്രദ്ധാപൂർവം നേരെ മേലോട്ടും എടുക്കാം. നമുക്ക് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മളത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശത്ത് ഇത്തിരി ആ ബക്കറ്റ് ഇരുന്ന ഭാഗം ഒന്നും കൂടെ മിനുസപ്പെടുത്തി കൊടുക്കണം. പിന്നെ ഇതിവിടെ ഒരു ലേശം ഒന്നൊരു ഇത് പറ്റിയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അതിന് നമുക്കിത് ഇങ്ങനെ വീണ്ടും ഉറപ്പിച്ച് തേച്ച് കൊടുക്കുകയാണ്. കണ്ടോ, നനവൊക്കെ കറക്റ്റ് പാകമായതുകൊണ്ടാണ് നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ മിനുസപ്പെടുത്തി കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഒന്നും കൂടെയൊക്കെ ഉൾഭാഗം തേച്ച് ഉറപ്പിക്കണം. അവസാനം നമുക്ക് അതായത് ഹോളുമൊക്കെ ഇട്ട് കൊടുക്കണം. അതൊന്നും കൂടെയൊക്കെ തേച്ച് മിനുസപ്പെടുത്തിയിട്ടാവാം. ചട്ടിയുടെ വൈരമൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു വൈര അത്രയേ ഉള്ളൂ, അതൊക്കെ ഒന്ന് മാറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ നിർമ്മാണം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ളിലൊരു ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. ചട്ടി ഉണങ്ങിയതിന് ശേഷവും ചെയ്യാതെ നമ്മൾ നോക്കിക്കേ, നല്ല സ്മൂത്തായിട്ടുള്ള സർഫസാണ് അതിൻ്റെ ഉൾഭാഗം. അതുപോലെ തന്നെ നല്ല വോളിയും ഉണ്ട് ചട്ടിക്ക്. അപ്പം നമുക്ക് പോട്ടി മിക്സൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ടൊക്കെ പറ്റുന്ന രൂപത്തിലുള്ളൊരു ചട്ടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കതിനൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളൊരു പേന എടുത്തിട്ടുണ്ട്. പേന കൊണ്ട് സെൻറ്ററിൽ ഇടുവാണ് കേട്ടോ. സെൻറ്ററിലോ സൈഡിലോ ഒക്കെ ഇടാം. എപ്പോഴും ചട്ടിക്ക് സൈഡിലിടുന്നതാണ് നല്ലത്, കാരണം ഇത്തിരി വെള്ളം സ്റ്റോർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് നല്ലത്. ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണ് ചെയ്ത് കൊടുക്കണത്. ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ചട്ടി നമ്മൾ ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ എവിടെ വെച്ചാണോ ചട്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നത്
അത് അവിടെ തട്ടുമുട്ടുമൊന്നും ചെയ്യില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് ചട്ടി മേക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ചെയ്തെടുത്തുനിന്ന് ഇങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്നലെ ചെയ്ത ചട്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതേ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വെച്ച ആ ബക്കറ്റ് ഉണ്ടല്ലോ അതൊന്ന് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇളക്കമൊന്നും പറ്റാത്ത രൂപത്തിൽ നമ്മളതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 24 മണിക്കൂർ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് നാളെ ഇത് വേർപെടുത്തി എടുക്കുമ്പോഴത്തേക്ക് കാണിക്കാം. അപ്പോൾ ചൂടുവെള്ളം ഒന്നും ഒഴിക്കാണ്ട് തന്നെ നമുക്ക് മറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നാളെ ഇനി കാണാം. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ. നമ്മുടെ ചെടിച്ചട്ടി ഒന്ന് അതിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് പോവുകയാണ്. അത് നോക്കിക്കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എളി വെച്ചിരുന്ന ബക്കറ്റ് ഇനിയിപ്പോൾ നമുക്ക് ചട്ടി നിവർത്തിയെടുക്കാം. നിവർത്തിയെടുത്തതിന് ശേഷം ചട്ടി 2-3 ദിവസം വെള്ളത്തിൽ ഇട്ടേക്കണം. ചട്ടി നല്ല ഉറപ്പും ബലവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എത്ര ദിവസം കൂടുതലിടുന്നോ അത്രയും ദിവസം നല്ലതാണ്. എങ്കിലും നമ്മളൊരു 2 ദിവസത്തേക്കാണ് ഇപ്പോൾ വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് തട്ടാതെ പോരുമെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ എനിക്കിത് തട്ടാതെ തന്നെ പോകുന്നായിരുന്നു. അതെ നോക്കിക്കേ, കഴിഞ്ഞ ദിവസമൊക്കെ തട്ടുക പോലും ചെയ്യണ്ടായിരുന്നു കേട്ടോ. അതെ നോക്കിയേ, നല്ല സൂപ്പറായിട്ടുള്ള ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ചെടിച്ചട്ടി നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് നല്ലൊരു മിനുസതയൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് ഇനി ഗ്രൗട്ട് അടിച്ചു കൊടുക്കും. അപ്പം അത് കുറച്ച് ജസ്റ്റ് ഒന്ന് വലിഞ്ഞോട്ടെ. എനിക്കിപ്പോൾ വേറെ ഇത്തിരി പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് ഗ്രൗട്ട് അടിച്ചു കൊടുക്കാമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഗ്രൗട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്നുകൂടെ ഞാൻ മൊത്തത്തിൽ എല്ലാ ഭാഗവും ഒന്ന് കാണിക്കുവാണേ. കണ്ടോ, നല്ല ഷേപ്പൊക്കെയുള്ള സൂപ്പറായിട്ടുള്ള ചട്ടി തന്നെയാണ്. അപ്പം നമ്മൾ ഉള്ളിൽ നിന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തിരി കൂടെ തെളിയാനുണ്ട് ആ ഹോള്. നമുക്കിനി ആ ഭാഗത്ത് തന്നെ അകത്തു നിന്നോ പുറത്തു നിന്നോ അത് ഒന്നും കൂടെ ആ ഹോളൊന്ന് തെളിച്ചു കൊടുത്താൽ മതിയാകും. അത് ഗ്രൗട്ട് അടിക്കാൻ നേരത്ത് ഞാൻ അത് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി കൂടുതൽ അങ്ങോട്ട് ഉറച്ചു പോകുന്നതിന് മുമ്പ് തന്നെ ഹോളൊന്ന് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. അകത്തൂടെ ഇട്ട് കൊടുക്കാം, ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബലത്തേലൊന്നിങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹോളിടാം. അകത്തൂടെ ഹോൾ ഇട്ടിരിക്കുന്നതാണല്ലോ. നമ്മൾ നേരത്തെ ഇട്ട ഹോള് ഒരു ഇത്തിരി കൂടെ തെളിയാനായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടത് കമ്പി നമുക്ക് ഇതേപോലെ ഹോള് ഒന്നും കൂടെ ക്ലിയർ ആക്കി കൊടുക്കാം. കണ്ടതേ രണ്ട് ദിവസം വെള്ളത്തിൽ കിടക്കട്ടെ. നമ്മുടെ സിമെൻറ്റ് ചട്ടി നന്നായിട്ട് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഗ്രൗട്ട് അടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഗ്രൗട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സിമെൻറ്റിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്രൗട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന 2-3 ചട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒപ്പം നമ്മൾ ഗ്രൗട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഗ്രൗട്ട് അടിക്കുവാണ്. ആദ്യം ഉൾഭാഗം അടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൗട്ട് അടിക്കുക എന്ന് വെച്ചെന്നാൽ അതിൻ്റെ ചെറിയ ഹോൾസൊക്കെ ഒന്ന് അടഞ്ഞു കിട്ടാനും പിന്നെ ചട്ടിക്കൊരു നല്ല മിനുസതയൊക്കെ വന്നിട്ട് ഒന്ന് ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രൗട്ട് അടിക്കുന്നത്.
ഇത് ചട്ടി നമ്മൾ മോളിൽ നിന്ന് മാറ്റണ ആ സമയത്ത് തന്നെ ഗ്രൗട്ട് അടിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ പിന്നെ പിറ്റേ ദിവസം മഴയൊക്കെ ആയിപ്പോയി, അപ്പോൾ പിന്നെ അത് നേരെ വെള്ളത്തിലിട്ട് വെള്ളം നന്നായിട്ട് കുടിച്ച് 2 ദിവസം വെള്ളത്തിൽ കിടന്നു. വെള്ളത്തിൽ കിടക്കുന്ന ഒരു 3-4 ദിവസം വെള്ളത്തിൽ കിടന്നാൽ അത്രയും നല്ലതാണ്. അതിന് ശേഷം എടുത്ത് പുറത്ത് വെച്ചിട്ട് വലിഞ്ഞതിന് ശേഷമാണ് ഗ്രൗട്ട് അടിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചട്ടി ഗ്രൗട്ടൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ ഗ്രൗട്ടൊക്കെ അടിച്ച് നന്നായിട്ട് ഉണങ്ങിയൊക്കെ ഇരിക്കുവാണേ. ഇനി നമ്മളിതിന് പെയിൻ്റ് അടിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ഇവിടെ വീട്ടാവശ്യത്തിന് പെയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ ഇരുന്ന കുറച്ച് പെയിൻറ്റ് തന്നെയാണ് നമ്മളിതിന് അടിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കാനായിട്ട് നമുക്ക് കുറച്ച് പെയിൻ്റൊക്കെ മിക്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ടാണ് അടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്ന് പെയിൻ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. ഇപ്പോൾ ഒരേ തരം പെയിൻറ്റ് തന്നെയാണ്, പല ടിന്നിലായിട്ട് കുറേശ്ശെ മിച്ചം കിടക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബ്രഷൊക്കെ തൽക്കാലമുള്ള ബ്രഷ് എന്ന് വെച്ചാൽ വലിയ ബ്രഷാണ്, അത് വെച്ചിട്ടാണ് അടിക്കാനായിട്ട് പോണത്. അപ്പോൾ പെയിൻ്റൊക്കെ മുക്കിയെടുത്തു. ചെറിയ ബ്രഷാണ് നമുക്ക് പെയിൻറ്റിങ്ങിന് നല്ലത്, ചെടിച്ചട്ടിയൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ചെറിയ ബ്രഷ് ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് വലിയ ബ്രഷൊക്കെ എടുക്കുന്നത്. ചട്ടിയുടെ ഉൾഭാഗം അടിക്കുന്നില്ല, അവിടെ മണ്ണൊക്കെ നിറച്ചൊക്കെ എടുക്കേണ്ടതല്ലേ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് പെയിൻറ്റ് കുറവുമാണ്. ഇത് ശരിക്കും നമ്മുടെ ഓടിൻ്റെ കളറാണേ, റൂഫിനൊക്കെ ഇടുന്ന ഓടില്ലേ, അതിൻ്റെ കളറാണ് ഈ പെയിൻറ്റിന്. ഇത്തിരി തീരെ ലൈറ്റായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഒരു കോട്ടും കൂടെ അടിച്ചു കൊടുക്കാം. ബാക്കിയുള്ളത് ഈ ലാവൻഡർ കളറിലുള്ള പെയിൻ്റാണുള്ളത്, അത് അടിച്ചു കൊടുക്കാം. ചട്ടി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ആ ഓറഞ്ച് കളറാണ് നമ്മൾ പ്രതീക്ഷിക്കാറുള്ളത്. ഇപ്പോൾ നമുക്കുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു വെറൈറ്റി കണ്ടോ. ഇപ്പോൾ മിച്ചം വന്ന സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ 6 ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 3 മോൾഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇതൊരു വലിയ മോൾഡിൽ തയ്യാറാക്കിയ വലിയ ചട്ടിയാണ്. പിന്നെ ഇത് 4 എണ്ണം ഒരു മീഡിയം ടൈപ്പിലുള്ള മോൾഡ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയതാണ്. പിന്നെ ഇതൊരു ചെറിയ ചട്ടിയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചെടിച്ചട്ടികൾ ഇതേപോലെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ പല രീതിയിൽ നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാം. അപ്പോൾ മറ്റ് മെത്തേഡുകൾ നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചെടി നട്ടുകൂടെ കാണിക്കാം. നമുക്ക് ഈ ഓറഞ്ച് കളറിലെ ചട്ടിയിലേക്ക് തന്നെ ആദ്യം ചെടി നടാം. മണലും ചകിരിച്ചോറുമാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത്. ആദ്യം മണൽ കുറച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചകിരിച്ചോറും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു പകുതിയോളവേ പോട്ടിംഗ് മിക്സൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ വളമൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. ഇനി നട്ടു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ നട്ടു കൊടുക്കാനായിട്ട് പോകുന്നത്. വേറൊരു ചെടിച്ചട്ടിയിൽ ഇരുന്നാണ് മണ്ണോട് കൂടെ തന്നെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.